ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയസിനെ പറ്റിയിട്ടാണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർ ആർമിൽ ലാറ്ററിലേക്ക് കാണപ്പെടുന്ന ബോണാണ് റേഡിയസ്. അതേപോലെ തന്നെ ഇതൊരു ലോങ് ബോണാണ്. ഈ ലോങ് ബോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് 3 പാർട്സ് ആണുള്ളത്. ഇത് അപ്പർ എൻഡ്, ഇത് ലോവർ എൻഡ്, അതിൻ്റെ ഇടയിൽ ഷാഫ്റ്റ്. നമുക്ക് ഈ ഓരോ പാർട്സിൽ ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് എടുത്ത് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഇത് കണ്ടോ, ഒരു ഡിസ്ക് ഷേപ്പുള്ള ഒരു പാർട്ട് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഹെഡ്. ആ ഹെഡിന് താഴെ ഒരു കൺസ്ട്രക്റ്റഡ് പാർട്ട് കണ്ടോ, ഇതാണ് ഇതിൻ്റെ നെക്ക്. അതിൻ്റെ ഇവിടെ ഒരു ട്യൂബറോസിറ്റി കണ്ടോ, ഇതാണ് റേഡിയൽ ട്യൂബറോസിറ്റി. ഇതാണ് റേഡിയൽ ട്യൂബറോസിറ്റി. അങ്ങനെ മെയിനായിട്ട് 3 ഫീച്ചേഴ്സാണ് അപ്പർ എൻഡിലുള്ളത്. പിന്നെ ഷാഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഷാഫ്റ്റിന് കുറച്ച് ബോർഡേഴ്സ് ഉണ്ട്, അതേപോലെ സർഫസസ് ഉണ്ട്. അത് 3 ബോർഡേഴ്സും 3 സർഫസസും ഷാഫ്റ്റിനുണ്ട്. പിന്നെ ലോവർ എൻഡ് നോക്കുകയാണെങ്കിൽ ലോവർ എൻഡ് എന്താ പറയുക, അപ്പർ എൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോവർ എൻഡ് വൈഡാണ്. അതേപോലെ തന്നെ ഇതിനൊരു 5 സർഫസസ് ഉണ്ട്. അതേപോലെ ഈ ലോവർ എൻഡ് അവിടെ ഒരു പ്രൊജക്ഷൻസ് കണ്ടോ, ലാറ്ററൽ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റൈലോട് പ്രോസസ് എന്നും പറയും. ഇത്രയാണ് ജസ്റ്റ് ഫീച്ചേഴ്സ്, ഇത്രയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അനാറ്റമിക്കൽ പൊസിഷനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിൻ്റെ ഹെഡ്. ഈ ഹെഡ് ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത് അപ്വേർഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഇതാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന് കുറച്ച് ബോർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ ഷാർപ്പസ്റ്റ് ബോർഡർ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇംബ്രോഷ്യസ് ബോർഡർ. ഷാർപ്പായിരിക്കും. അത് മീഡിയലി അല്ലെങ്കിൽ അൾനയുടെ സൈഡിലേക്കായിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ഉള്ളത് ഈ ഷാഫ്റ്റിന്റെ കോൺവെക്സിറ്റി ഓഫ് ദ ഷാഫ്റ്റ് കണ്ടോ, ഇത് കോൺവെക്സ് പോലെ ഉണ്ടല്ലോ, അത് ലാറ്ററലി ആയിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ ഉള്ളത് ഇവിടെ സ്റ്റാലോഡ് പ്രോസസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്റ്റാലോഡ് പ്രോസസ്സ്. ആ സ്റ്റാലോഡ് പ്രോസസ്സ് ലാറ്ററലി ആയിരിക്കണം. പിന്നെ ഉള്ളത് ഈ ലോവർ എൻഡിന്റെ ഈ പുറകിലോ പോസ്റ്റീരിയർ ആസ്പെക്ട് ആയിട്ട് ഒരു ട്യൂബർക്കിൾ കാണാൻ പറ്റും കണ്ടോ, ഇതാണ് ട്യൂബർക്കിൾ. ആ ട്യൂബർക്കിൾ പോസ്റ്റീരിയർലി ആയിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. ഇത്രയാണ് അനാറ്റമിക് പൊസിഷന്റെ റൂൾസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്പർ എൻഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെഡാണ്. അല്ലെ, ഹെഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ക് ഷേപ്പ് ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഡിസ്ക് ഷേപ്പാണ്. അതേപോലെ തന്നെ ഈ ഹെഡിന്റെ ഇത് കണ്ടോ, ഈ സുപ്പീരിയർ സർഫസ്, ഈ സുപ്പീരിയർ സർഫസ് എന്ന് പറയാം. ഈ സുപ്പീരിയർ സർഫസ് നമ്മുടെ ക്യാപിറ്റുലം, അതായത് ക്യാപിറ്റുലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമറസിന്റെ ലോവർ എൻഡിൽ ഒരു ക്യാപിറ്റുലം എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഉണ്ട്. അവരുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആർട്ടിക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതേപോലെ ആയിരിക്കും ഇതിന്റെ ആർട്ടിക്കുലേഷൻ. എന്നിട്ട് ടു ഫോം ഹ്യൂമറോ റേഡിയൽ ആർട്ടിക്കുലേഷൻ, ഹ്യൂമറോ റേഡിയൽ ആർട്ടിക്കുലേഷൻ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് സർക്കംഫറൻസ് ഓഫ് ദ ഹെഡ്. സർക്കംഫറൻസ് ഓഫ് ഹെഡ് എന്ന് പറയുമ്പോൾ ഇത് ചുറ്റുമുള്ള സർക്കംഫറൻസ് ഓഫ് ദ ഹെഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ റേഡിയൽ നോച്ച് ഓഫ് ദ അൾന. അൾനയിലെ റേഡിയൽ നോച്ച് ആയിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ. അതായത് അൾന കണ്ടോ, അൾനയുടെ റേഡിയൽ നോച്ച് ഇതാണ്. അപ്പറിലെ അൾനയുടെ ഒരു ഫീച്ചറാണ് റേഡിയൽ നോച്ച് ഓഫ് ദ അൾന. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദ റേഡിയസ് ആയിരിക്കും. അങ്ങനെ 2 ആർട്ടിക്കുലേഷനാണ് അപ്പർ എൻഡിലുള്ളത്. പിന്നെ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് അവിടെ അനുലാർ ലിഗമെന്റ് വന്നിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്ന് വെച്ചാൽ ഈ ലിവിങ് കണ്ടീഷനിൽ ഈ ഒരു ഹെഡിന്റെ അവിടെയായിട്ട് ആർട്ടിക്കുലർ ഹൈലൈൻ കാർട്ടിലേജ് വന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഹെഡിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നെക്കാണ്. നെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതൊരു കൺസ്ട്രക്റ്റഡ് പാർട്ടാണ് ബിലോ ദ ഹെഡ്. ഹെഡിന് താഴെയുള്ള ഒരു കൺസ്ട്രക്റ്റഡ് പാർട്ടാണ് നെക്ക്. ഈ നെക്കിൽ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ അൾനാർ ലിഗമെന്റ് വന്നിട്ട് എംബ്രേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നെക്കിന്റെ മീഡിൽ സൈഡ്, ഇതാണ് ഇതിന്റെ മീഡിൽ സൈഡ്. ഈ മീഡിൽ സൈഡിൽ ക്വാഡ്രേറ്റ് ലിഗമെന്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റേഡിയൽ ട്യൂബറോസിറ്റി ആണ്. റേഡിയൽ ട്യൂബറോസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് റേഡിയൽ ട്യൂബറോസിറ്റി. അതായത് നമ്മുടെ നെക്കിന്റെ താഴെ മീഡിയലായിട്ട് കാണപ്പെടുന്ന ട്യൂബറോസിറ്റിയാണ് റേഡിയൽ ട്യൂബറോസിറ്റി. ഈ റേഡിയൽ ട്യൂബറോസിറ്റിക്ക് ആന്റീരിയർ സ്മൂത്ത് പാർട്ടുണ്ട്, പോസ്റ്റീരിയർ റഫ് പാർട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ആന്റീരിയർ സ്മൂത്ത് പാർട്ട്, ഇത് പോസ്റ്റീരിയർ റഫ് പാർട്ട്. ഈ പോസ്റ്റീരിയർ റഫ് പാർട്ടിൽ വന്നിട്ട് നമ്മുടെ ഹ്യൂമറസിന്റെ ആന്റീരിയർ കമ്പാർട്ട്മെന്റിലെ മീൻസ് അതായത് ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ദ ആമിലെ ബൈസെപ്സ് മസിൽ ഉണ്ട്, ബൈസെപ്സ് ബ്രാക്കി. ആ ബൈസെപ്സ് ബ്രാക്കിന്റെ ടെൻഡം വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് പോസ്റ്റീരിയർ റഫ് പാർട്ടിൽ. അതേപോലെ തന്നെ ആന്റീരിയർ സ്മൂത്ത് പാർട്ടിൽ ഒരു ബെർസയും ഉണ്ട്. ഓക്കെ, ഒരു സൈനവൽ ബെർസയും കാണാൻ പറ്റും. ഇത്രയാണ് അപ്പർ എൻഡിലെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഷാഫ്റ്റ് നോക്കാം. ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ
എൻഡിന്റെയും ലോവർ എൻഡിന്റെയും ഇടയിലാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന് 3 സർഫസ് ഉണ്ട്, 3 ബോർഡേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ബോർഡേഴ്സ് പറയാം. ബോർഡേഴ്സ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു 3 ബോർഡേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ആന്റീരിയർ ബോർഡർ, സെക്കൻഡ് പോസ്റ്റീരിയർ ബോർഡർ, തേർഡ് നീഡൽ ബോർഡർ അല്ലെങ്കിൽ ഇൻട്രോഷ്യസ് ബോർഡർ. അതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആന്റീരിയർ ബോർഡർ ആണ്. ആന്റീരിയർ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ റേഡിയൽ ട്യൂബറോസിറ്റി കണ്ടോ, ഈ റേഡിയൽ ട്യൂബറോസിറ്റിയുടെ ആൻഡ്രോ ലാറ്ററൽ പാർട്ട് എന്ന് വന്നിട്ട് നേരെ റൺസ് ഡൗൺവേർഡ് വന്നിട്ട് നേരെ സ്റ്റൈലോഡ് പ്രോസസ്സിലേക്ക് പോകും. ആൻഡ്രോ ലാറ്ററൽ പാർട്ട് ഓഫ് ദ റേഡിയൽ ട്യൂബറോസിറ്റിന്റെ ഇവിടുന്ന് വന്ന് റൺ ഡൗൺവേർഡ് വന്നിട്ട് നേരെ സ്റ്റൈലോഡ് പ്രോസസ്സിലേക്ക് എൻഡ് ചെയ്യും. ഇതാണ് ആന്റീരിയർ ബോർഡർ. ഈ ആന്റീരിയർ ബോർഡിന്റെ അപ്പർ പാർട്ട് നോക്കുക. അതായത് അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഇതിന്റെ അപ്പർ പാർട്ട്. അപ്പർ പാർട്ടിനാണ് ഇത് ഒബ്ലിക് ആയിരിക്കും, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒബ്ലിക് ആയിരിക്കും. ഇതിനെ ആന്റീരിയർ ഒബ്ലിക് ലൈൻ എന്ന് പറയും. ഓക്കെ. പിന്നെ ഇതിന്റെ ലോവർ പാർട്ട് കണ്ടോ, ഈ ലോവർ പാർട്ട് ഒരു ഷാർപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലോവർ പാർട്ട് ഇത് ഷാർപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ലോവർ പാർട്ട് ഇങ്ങനെ പ്രൊമനന്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ആന്റീരിയർ സർഫസിന്റെ ലാറ്ററൽ ബോർഡർ ആയിട്ടും പറയും. ഇത് 3 ബോർഡറാന്ന് പറഞ്ഞു, ആന്റീരിയർ, പോസ്റ്റീരിയർ, മീഡിയൽ. അപ്പൊ ഈ ആന്റീരിയർ ബോർഡറിന്റെ ഈ ലോവർ പാർട്ട് ലാറ്ററൽ ബോർഡർ ഓഫ് ദ ആന്റീരിയർ സർഫസ് ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് അത്രയാണ് ആന്റീരിയർ ബോർഡർ. നെക്സ്റ്റ് ഉള്ളത് പോസ്റ്റീരിയർ ബോർഡർ ആണ്. പോസ്റ്റീരിയർ ബോർഡർ ആണ് പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ. ഇത് മിഡിൽ 1/3 മിഡിലിൽ മാത്രമേ ഇത് പ്രൊമിനന്റ് ആയിട്ട് ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ ഇതിന്റെ ബോർഡർ കാണാൻ പറ്റത്തില്ല. ഈ മിഡിലിൽ മാത്രം ബോർഡർ ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മിഡിൽ 1/3 ഇത് ഡിഫൈൻ ആയിരിക്കും. പിന്നെ ഇത് നേരെ അപ്പർ പാർട്ടിലേക്ക് വന്നിട്ട് റേഡിയൽ ട്യൂബറോസിന്റെ മീഡിയലി ആയിട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ മിഡിൽ 1/3 ഓഫ് ദ പോസ്റ്റീരിയർ ബോർഡർ നേരെ ഒബ്ലിക്കായിട്ട് പോയിട്ട് റേഡിയൽ ട്യൂബറോസിന്റെ മീഡിയലി, അതായത് ഇതിന്റെ മീഡിയൽ സൈഡ് മീഡിയലി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെ പോസ്റ്റീരിയർ ഒബ്ലിക് ലൈൻ എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇൻട്രോഷ്യസ് ബോർഡർ അല്ലെങ്കിൽ നീഡൽ ബോർഡറാണ്. ഈ ഷാർപ്പസ്റ്റ് ബോർഡർ കണ്ടോ, ഈ ഷാർപ്പസ്റ്റ് ബോർഡറാണ് ഇൻട്രോഷ്യസ് ബോർഡർ അല്ലെങ്കിൽ നീഡൽ ബോർഡർ, അതായത് അൾനയുടെ സൈഡിലേക്ക്. അപ്പം അതെന്ന് പറയുമ്പോൾ ഈ റേഡിയൽ ട്യൂബറോസിറ്റിന്റെ താഴെ നിന്ന്, മീൻസ് എന്താ പറയുക, ഈ സൈഡിൽ നിന്ന് താഴെ ആ ഒരു റേഡിയൽ ട്യൂബറോസിറ്റി അവിടെ നിന്ന് എറേസ് ചെയ്തിട്ട് നേരെ റൺ ഡൗൺവേർഡ് വന്നിട്ട് ലോവർ പാർട്ടിൽ ഒരു ട്രയാങ്കുലാർ ഇത് കണ്ടോ, ഒരു ട്രയാങ്കുലാർ ഇത് ഏരിയ, ആ ട്രയാങ്കുലർ ഏരിയയുടെ പോസ്റ്റീരിയർ മാർജിൻ ആയിരിക്കും ഇത്. ആ പോസ്റ്റീരിയർ മാർജിനിലേക്ക് വന്നിട്ട് വരും. ഓക്കെ. ഇതാണ് ഇൻട്രോഷ്യസ് ബോർഡർ അല്ലെങ്കിൽ മീഡിൽ ബോർഡർ. ഈ ഇൻട്രോഷ്യസ് ഓർ മീഡിൽ ബോർഡറിന്റെ ഈ ലോവർ 3/4 ഇൻട്രോഷ്യസ് മെംബ്രെയിൻ, അതായത് അൾനയിലേക്കും റേഡിയസ് തമ്മിലൊരു ഇടയിലൊരു സ്പേസിൽ ഇൻട്രോഷ്യസ് മെംബ്രെയിൻ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. ആ ഇൻട്രോഷ്യസ് മെംബ്രെയിൻ്റെ എന്താ പറയുക അറ്റാച്ച്മെന്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ മസിൽ അറ്റാച്ച്മെന്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഫ്ലെക്സർ ഡിജിറ്റോറസ് സൂപ്പർഫിഷ്യാലിസ് എന്ന് പറഞ്ഞിട്ട് ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ദ ഫോർ ആമിൽ മസിൽ ഉണ്ട്. അതിന്റെ ഒരു ഹെഡ് ഓർ റേഡിയൽ ഹെഡ് ഈ ആന്റീരിയർ ഒബ്ലിക് ലൈനിനായിരിക്കും അറൈസ് ചെയ്യുന്നത്. സർഫസ് പറയാം. 3 സർഫസ് ആണുള്ളത്. ആന്റീരിയർ സർഫസ്, ലാറ്ററൽ സർഫസ് ഓർ പോസ്റ്റീരിയർ സർഫസ്. ഫസ്റ്റ് ആന്റീരിയർ സർഫസ്. ആന്റീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ അതൊരു കോൺകേവ് ആയിരിക്കും. ലൈ ചെയ്യുന്നത് ആന്റീരിയർ ബോർഡറിന്റെ ഇൻട്രോഷ്യസ് ബോർഡർ അല്ലെങ്കിൽ മീഡിൽ ബോർഡറിന്റെ ഇടയിലായിരിക്കും. ആന്റീരിയർ ബോർഡറിന്റെയും ഇൻട്രോഷ്യസ് ബോർഡറിന്റെ ഇടയിലായിട്ടായിരിക്കും ആന്റീരിയർ സർഫസ്. ഈ ആന്റീരിയർ സർഫസിൽ ഈ കറക്റ്റ് മിഡിലിന്റെ എബോ ആയിട്ട് ന്യൂട്രിയന്റ് ഫൊറാമൻ ഉണ്ടാവും. ന്യൂട്രിയന്റ് ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് ആർട്ടറി, അതായത് ബോൺസിന് വേണ്ട ന്യൂട്രിയൻസ് എത്തിക്കുന്ന ആർട്ടറിയാണ് ന്യൂട്രിയന്റ് ആർട്ടറി. ആ ആർട്ടറി കയറി പോകാനാണ് ന്യൂട്രിയന്റ് ഫൊറാമൻ ഉണ്ടാവുക. അത് ഏകദേശം ഈ ഒരു മിഡിലിന്റെ കുറച്ച് അപ്പറിലായിട്ടായിരിക്കും കാണപ്പെടുക. അതായത് ആന്റീരിയർ സർഫസിന്റെ കറക്റ്റ് മിഡിലിന്റെ എബോ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അത് ഏതാ ന്യൂട്രിയന്റ് ആർട്ടറി എന്ന് പറയുമ്പോൾ ആന്റീരിയർ ഇൻട്രോഷ്യസ് ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി ഉണ്ട് നമുക്ക്. ആ ആർട്ടറിന്റെ ഒരു ബ്രാഞ്ചാണ് ന്യൂട്രിയന്റ് ആർട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഉള്ളത് മസിൽ അറ്റാച്ച്മെന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സർഫസിന്റെ അപ്പർ 2/4 ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് എന്ന് പറഞ്ഞ മസിൽ വന്നിട്ട് ഒറിജിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ലോവർ 1/4 പ്രൊണേറ്റർ ക്വാഡ്രാറ്റസ് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് മസിൽ അറ്റാച്ച്മെന്റ്. നെക്സ്റ്റ് നമുക്ക് ലാറ്ററൽ സർഫസ് പറയാം. ലാറ്ററൽ സർഫസ് പറയുമ്പോൾ നമ്മുടെ ആന്റീരിയർ ബോർഡറിന്റെയും ഈ പോസ്റ്റീരിയർ ബോർഡറിന്റെയും ഇടയിലായിട്ട് ഈ കാണുന്നതാണ് ലാറ്ററൽ സർഫസ്. ഓക്കെ. ആന്റീരിയറിന്റെ പോസ്റ്റീരിയറിന്റെ ഇടയിലായിട്ട് കാണുന്നതാണ് ലാറ്ററൽ സർഫസ്.
ഈ ലാറ്ററൽ സർഫസിന്റെ അപ്പർ 1/3 കുറച്ച് വൈഡ് ആയിരിക്കും. കണ്ടോ, ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പർ 1/3 വൈഡ് ആയിരിക്കും. അവിടെ വന്നിട്ട് സുപ്പിനേറ്റർ മസിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ ഇതിന്റെ മിഡിൽ 1/3 ഇല്ലേ, മോസ്റ്റ് കോൺവെക്സ് ആയിട്ടുള്ള പാർട്ട്, മോസ്റ്റ് കോൺവെക്സ് അല്ലെങ്കിൽ മിഡിൽ 1/3 ഓഫ് ദ ലാറ്ററൽ സർഫസിൽ വന്നിട്ട് പ്രൊണേറ്റഡ് ടീരിസ് എന്ന് പറഞ്ഞ മസിൽ വന്നിട്ട് ഇൻസേർട്ടും ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രോഷ്യസ് ബോർഡറിന്റെയും പോസ്റ്റീരിയർ ബോർഡറിന്റെ ഇടയിലുള്ളതാണ് പോസ്റ്റീരിയർ സർഫസ്. നമുക്ക് ലോവർ എൻഡ് പറയാം. ലോവർ എൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ എൻഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലോവർ എൻഡ് വൈഡസ്റ്റ് ആയിരിക്കും. അതേപോലെ ഇതിന് 5 സർഫസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആന്റീരിയർ സർഫസ് ആണ്. ഇതാണ് ഇതിന്റെ ആന്റീരിയർ സർഫസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മീഡിയർ സർഫസ്. ഇതാണ് മീഡിയർ സർഫസ്. ഇവിടെ നമുക്ക് ഒരു നോച്ച് കാണാൻ പറ്റും. ഈ നോച്ചിൽ നമ്മുടെ അൾനയുണ്ടല്ലോ, അൾനയുടെ ഹെഡ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇതാണ് അൾനയുടെ ഹെഡെങ്കിൽ ഇതാ ഇതുപോലെ ആയിരിക്കും ആർട്ടിക്കുലേറ്റ്. എന്നിട്ട് ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ഫോം ചെയ്യും. ഓക്കെ, ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ഫോം ചെയ്യും. നെക്സ്റ്റ് ലാറ്ററൽ സർഫസ് ആണ്. ഇതാണ് ലാറ്ററൽ സർഫസ്. ഈ ലാറ്ററൽ സർഫസ് ഡൗൺവേർഡ് ആയിട്ട് ഈ പ്രൊലോങ്ങേറ്റ് ചെയ്തിട്ട് സ്റ്റൈലോഡ് പ്രോസസ്സായിട്ട് മാറുന്നുണ്ട്. അതേപോലെ ഇവിടെ 2 ടെൻഡനായിട്ട് ഈ ലാറ്ററൽ സർഫസ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ അബ്ഡക്റ്റർ പോളിസിസ് ലോങ്ങസും അതേപോലെ എക്സ്റ്റൻസഡ് പോളിസിസ് ബ്രീവിസ്, ഈ രണ്ടുമായിട്ട് ഈ ലാറ്ററൽ സർഫസ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്റ്റൈലോഡ് പ്രോസസ് ഇതാണല്ലോ, സ്റ്റൈലോഡ് പ്രോസസ്സിന്റെ ടിപ്പിൽ നമ്മുടെ റിസ്റ്റ് ജോയിന്റിന്റെ റേഡിയോ കൊളാറ്ററൽ ലിഗമെന്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മസിൽ അറ്റാച്ച്മെന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ലാറ്ററൽ സർഫസിന്റെ ഡിസ്റ്റലായിട്ട് ഓർ ലോവർ പാർട്ടിലായിട്ട് നമ്മുടെ ബ്രാക്കിയോ റേഡിയാലിസ് എന്ന് പറയുന്ന മസിൽ ഉണ്ട്, അത് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇൻഫീരിയർ സർഫസ്. ഇൻഫീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ഇൻഫീരിയർ സർഫസ്. ആ ഇൻഫീരിയർ സർഫസിൽ ലാറ്ററലി ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു പാർട്ടും മീഡിയലി ഒരു ക്വാഡ്രാങ്കുലർ ഏരിയയും കാണുന്നുണ്ടോ? ഈ ലാറ്ററലി ആയിട്ടുള്ള ട്രയാങ്കുലർ ഏരിയ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് സ്കഫോൾഡ് ബോണുമായിട്ടും അതേപോലെ തന്നെ മീഡിയലുള്ള സ്മോൾ ക്വാഡ്രാങ്കുലർ ഏരിയ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ലൂനേറ്റും ആയിട്ടായിരിക്കും. അവരായിരിക്കും റിസ്റ്റ് ജോയിന്റിൽ ഫോം ചെയ്യാൻ ഉണ്ടാകുന്നത്. പിന്നെ പോസ്റ്റീരിയർ സർഫസ് ആണ്. ഇതാണ് പോസ്റ്റീരിയർ സർഫസ്. ഈ പോസ്റ്റീരിയർ സർഫസ് റഫാണ്. ഇവിടെ നമുക്കൊരു ട്യൂബർക്കിൾ കാണാൻ പറ്റും. അതാണ് ഡോർസൽ ട്യൂബർക്കിൾ ഓഫ് ലിസ്റ്റർ അല്ലെങ്കിൽ ലിസ്റ്റർ ട്യൂബർക്കിൾ. ഓക്കെ, ഇതാണ് ആ ട്യൂബർക്കിൾ. ആ ട്യൂബർക്കിളിന്റെ ലാറ്ററലായിട്ട്, ഇതാണ് ലാറ്ററൽ സൈഡിലായിട്ട് ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് കൂടെ എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ലോങ്ങസും എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ബ്രീവിസിന്റെ ടെൻഡൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ ഈ ഡിസ്റ്റൽ ട്യൂബർക്കിളിന്റെ മീഡിയലായിട്ട് എക്സ്റ്റൻസർ ഡിജിറ്റോറോ അതേപോലെ എക്സ്റ്റൻസർ ഇൻഡിസിസ്, ഈ 2 മസിലിന്റെ ടെൻഡൻ പോകാനുള്ള ഗ്രൂവ്സും ഉണ്ട്. ഓക്കെ, ഇതാണ് പോസ്റ്റീരിയർ സർഫസ്. നമുക്ക് നെക്സ്റ്റ് ബോൺ ഓസിഫിക്കേഷൻ നോക്കാം. ഇതിന് പ്രൈമറി സെന്റർ ഉണ്ട്, സെക്കൻഡറി സെന്റർ ഉണ്ട്. പ്രൈമറി സെന്റർ ബിഫോർ ബർത്ത് ആയിരിക്കും, സെക്കൻഡറി സെന്റർ ആഫ്റ്റർ ബർത്ത് ആയിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി സെന്റർ. അത് ഒരെണ്ണം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ എന്താ പറയുക, ഷാഫ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അത് എപ്പോഴാണ് അപ്പിയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ലൈഫിന്റെ 8th വീക്കിലായിരിക്കും അപ്പിയർ ചെയ്യാം. പിന്നെ സെക്കൻഡറി സെന്റർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. അത് രണ്ടും ഓരോ എൻഡിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ഒന്ന് ലോവർ എൻഡിന് വേണ്ടിയിട്ടും ഒന്ന് അപ്പർ എൻഡിന് വേണ്ടിയിട്ടും. അത് അപ്പിയർ ചെയ്യുന്നത് ഇപ്പോൾ ലോവർ എൻഡ് കേസിൽ അത് അപ്പിയർ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലായിരിക്കും. പക്ഷെ അപ്പർ എൻഡ് കേസിൽ അത് അപ്പിയർ ചെയ്യുന്നത് 5th ഇയറിലായിരിക്കും. എന്നിട്ട് ഈ അപ്പർ എൻഡ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്യുന്നത് 12ാമത്തെ വയസ്സിലായിരിക്കും. അതേപോലെ തന്നെ ലോവർ എൻഡിന്റെ അത് ഫ്യൂസ് ചെയ്യുന്നത് 20ാമത്തെ വയസ്സിലും ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഓസിഫിക്കേഷൻസ്. നെക്സ്റ്റ് ക്ലിനിക്കൽ അനാട്ടമിയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രാക്ചർ. അതായത് നമ്മുടെ റേഡിയസ് ഒരു വെയിറ്റ് ബിയറിംഗ് ബോൺ ആണ്. അതുകൊണ്ട് തന്നെ റേഡിയസ് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. മെയിനായിട്ട് 3 സൈഡിലാണ് ഫ്രാക്ചർ ആവുന്നത്. ഫസ്റ്റ് ഷാഫ്റ്റ്, സെക്കൻഡ് ഡിസ്റ്റൽ എൻഡ്, പിന്നെ ഡിസ്റ്റൽ എൻഡിലെ സ്റ്റാലോഡ് പ്രോസസ്സ്. ഈ 3 സൈഡിലാണ് മെയിനായിട്ട് ഫ്രാക്ചർ ആവുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫ്രാക്ചർ ഓഫ് ദ ഷാഫ്റ്റ്. അതായത് ഷാഫ്റ്റിന്റെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അതായത് ഫ്രാക്ചർ ലൈൻ എന്ന് പറയും. ആ ഫ്രാക്ചർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസേർഷൻ ഓഫ് ദ ബൈസെപ്സ് ബ്രാക്കിയുടെ താഴെയും പ്രൊണേറ്റഡ് ടീരിസിന്റെ ഇൻസേർഷന്റെ മുകളിലും ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലോ, അതായിരിക്കും അതിന്റെ ഫ്രാക്ചർ ലൈൻ. അവിടെ ആയിരിക്കും ഷാഫ്റ്റ് ഫ്രാക്ചർ ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രാക്ചർ ഓഫ് ദ ഡിസ്റ്റൽ എൻഡ് ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റൽ എൻഡ് ഫ്രാക്ചർ ആവാം. അപ്പോൾ ഈ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഡിസ്റ്റൽ ഫ്രാഗ്മെന്റ് ഉണ്ടല്ലോ, ആ ഫ്രാഗ്മെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് അത്
ബാക്ക്വേർഡ് ആൻഡ് അപ്വേർഡ് ആയിട്ടാണ് അത് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ കോളീസ് ഫ്രാക്ചർ എന്ന് പറയുന്നു. അതിൻ്റെ റിവേഴ്സിനെ, അതായത് ആ ഡിസ്റ്റൽ ഫ്രാഗ്മെൻറ്റ് എന്താ പറയുക, ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ആയിട്ടാണെങ്കിൽ, ഫോർവേഡും ഡൗൺവേർഡും ആയിട്ടാണെങ്കിൽ അതിനെ സ്മിത്ത് ഫ്രാക്ചർ എന്നും പറയുന്നു. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കണ്ടോ, രണ്ടിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റൈലോഡ് പ്രോസസ്സ് ഫ്രാക്ചർ ആവുക, അതിനെയാണ് നമ്മൾ ചഫേഴ്സ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്റ്റൈലോഡ് പ്രോസസ്സിന് അവിടെ ഒരു ബ്രോക്കൺ ആ പീസായിട്ട് കിടക്കുന്നത് കണ്ടോ? നെക്സ്റ്റ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് മെയ്ഡ്ലൈൻ ഡിഫോമിറ്റി ആണ്. മെയ്ഡ്ലൈൻ ഡിഫോമിറ്റി എന്ന് പറയുമ്പോൾ അതൊരു കൺജനൈറ്റൽ ഡിസോർഡർ ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറാമിൽ 2 ബോണാണുള്ളത്, റേഡിയസും അൾനയും. ഈ റേഡിയസ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രോത്ത് റിട്ടാർഡ് ആവുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഏർലി സ്റ്റോപ്പ് ആവുക. ആ സമയത്ത് ഈ റേഡിയസ് ഷോർട്ട് ആവും, അതേപോലെ തന്നെ അത് ബോയിങ് ആവും, ബോർഡാവും. അതായത് ബോർഡ് മീൻസ് ബെൻഡ് ആവും അല്ലെങ്കിൽ കർവ് ആവും. അതേസമയം അതിനോടടുത്തുള്ള അൾന ഉണ്ടല്ലോ, ആ അൾന അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വരും. എന്നിട്ട് നമുക്കൊരു ബംപ് അപ്പിയറൻസ് തരും. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നില്ലേ, ബംപ് അപ്പിയറൻസ് വരും. ഇതാണ് മെയ്ഡ്ലൈൻ ഡിഫോമിറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.